നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് ലീഗിനെതിരെ സുനാമി ഫണ്ട് തട്ടിപ്പിന് സമാനമായ ആരോപണവുമായി യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം. ദുരന്തത്തിന്റെ ചരിത്രം ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് ഇൻഡോ അറബ് ബന്ധമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. കോവിഡ് വീണ്ടും ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കോവിഡ് പോരാളികൾക്ക് NYPCയുടെ ആദരം. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റിലില്ലെന്നും ടീന ശ്രുതി. ബിഷപ്പ് പത്രോണി സംയോജിത ലഹരി ചികിത്സാ പുനരധിവാസ കേന്ദ്രം എരഞ്ഞിപ്പാലത്ത് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. കത്വ ഉന്നവോ പെൺകുട്ടികൾക്കായി യൂത്ത് ലീഗ് നടത്തിയ ധനസമാഹരണത്തിൽ അട്ടിമറി നടന്നതായി യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം. മുൻപും സമാനമായ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടമുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞിട്ട് 10 ലക്ഷം അദ്ദേഹത്തിന് കൊടുത്തു, 15 ലക്ഷം അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പലവട്ടം ചോദിക്കുമ്പോഴും അത് ഫണ്ട് കൊടുക്കാൻ ഏർപ്പാടാക്കി തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ ഏർപ്പാടാക്കി എന്നാണ് പലവട്ടം പറഞ്ഞത്. അനൌദ്യോഗികമായി അതൊക്കെ അവർ സമ്മതിച്ചതാണ്. യൂത്ത് ലീഗിന്റെ ജഹാദക്ക് നഷ്ടം നികത്താനുള്ളതാണ്. പിന്നെ അത് രോഹിത് വിമല, പിന്നെ ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വിമലയുടെ ആത്മഹത്യ, അതിന്റെ ആ കുടുംബത്തിന് ഒരു 10 ലക്ഷത്തിന്റെ ചെക്ക് ദേശീയ സമിതി കൊടുത്തിരുന്നു. ആ ചെക്ക് മടങ്ങി. ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറഞ്ഞ ഭാരവാഹികൾ തന്നെ ഇടപെട്ടു. അടിയന്തരമായി ഇടപെടണം, അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു. എന്നിട്ട് രോഹിത് വിമലയുടെ അമ്മയുടെ കയ്യിൽ ഒരു 5 ലക്ഷം ഈ പറഞ്ഞ ഭാരവാഹികൾ കൊണ്ടുപോയി കൊടുത്തു. ഒരു ഫോട്ടോ എടുത്തു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ബോധ്യപ്പെടുത്തി. ആ മടങ്ങിയ ചെക്കിന്റെ ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് 5 ലക്ഷം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി പരാതി ഉണ്ടാവില്ല എന്നറിയിക്കുന്നൊരു നാടകമുണ്ടായി. ഈ ഫണ്ടിൽ നാളെ ചെലവഴിച്ചതെന്നാണ് അന്നത് പറഞ്ഞത്. ഇന്നെടുത്തു ഫണ്ട് ഒന്ന് നോക്കണം. എല്ലാം എടുത്തും, അതായത് ഈ പൂർണ്ണമായി ഈ ഫണ്ട് എന്തിനുപയോഗിച്ചു, എത്ര കിട്ടി, ഇനി എന്ത് ചെലവഴിച്ചു, ഇത് കമ്മിറ്റി അംഗം നിലക്ക് ഞങ്ങൾ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ അറിയണ്ടേ. 2018 പിരിച്ച ഫണ്ടിൽ നിന്നും 1 രൂപ പോലും കത്വ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൈമാറിയിട്ടില്ല. 1 കോടിയോളം രൂപ ഇരകൾക്ക് കൈമാറാതെ നേതാക്കൾ വിനിയോഗിച്ചു. PK ഫിറോസ് നയിച്ച 2019 യുവജനയാത്രയുടെ കടമുണ്ടെന്ന് പറഞ്ഞ് ഉന്നാവോ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വകമാറ്റി ചെലവഴിച്ചു. രോഹിത് വിമലയുടെ കുടുംബത്തിന് നൽകിയ 10 ലക്ഷത്തിന്റെ ചെക്ക് മടങ്ങിയപ്പോൾ 5 ലക്ഷം കത്വ ഫണ്ടിൽ നിന്നും വകമാറ്റിയെന്നും ചോദ്യം ചെയ്ത യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മുയീനലി തങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ഗ്ലോബൽ NRI മീറ്റ് സംഘടിപ്പിച്ചു. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിന്റെ ചരിത്രം ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് ഇൻഡോ അറബ് ബന്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ഗ്ലോബൽ NRI മീറ്റ് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിന്റെ ചരിത്രം ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതാണ് ഇൻഡോ അറബ് ബന്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളത്തിലെ പല വാക്കുകളും അറബിയിൽ നിന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക പുരോഗതിയിലും അറബ് ബന്ധത്തിന് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദുരന്ത ചരിത്രങ്ങളൊന്നും തന്നെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കാര്യമായിട്ടില്ലാത്ത ഒരു ബന്ധമാണ് ഇൻഡോ അറബ് ബന്ധം. നമ്മുടെ മലയാളത്തിലെ വാക്കുകളെ പറ്റി ഉള്ള ഗവേഷണങ്ങൾ നോക്കിയാൽ അറേബ്യൻ ഭാഷയിൽ നിന്ന് നമുക്ക് ലഭിച്ച വാക്കുകളാണ് നമ്മൾ വളരെ പ്രാമാണികമായി അഭിമാനത്തോട് പറയാറുള്ളത്. PT റഹീം MLA അധ്യക്ഷം വഹിച്ചു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ അവാർഡുകൾ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് CV റെജി, റീസർച്ച് ചെയർമാൻ ഡോക്ടർ CH ഇബ്രാഹിം കുട്ടി, കമാൽ വരദൂർ എന്നിവർക്ക് നൽകി. പത്മ പുരസ്കാരം നേടിയ അലി മണിഫാനെ ആദരിച്ചു.
ഗൾഫ് വ്യൂ പ്രകാശനം അലി മാണിക് ഖാൻ നിർവഹിച്ചു. മേയർ ഓഫ് ചെമ്പയിൽ ഏറ്റുവാങ്ങി. സപ്ലിമെന്റ് എം ദിനൽ ആനന്ദ് പ്രകാശനം ചെയ്തു. സഹീർ ഒളവണ്ണ ഏറ്റുവാങ്ങി. IACC ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, പ്രസിഡന്റ് MV കുഞ്ഞാമു, സെക്രട്ടറി KT വാസുദേവൻ, അൻവർ കുനിമൽ, PM കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിഷപ്പ് പത്രോണി സംയോജിത ലഹരി ചികിത്സാ പുനരധിവാസ കേന്ദ്രം എരഞ്ഞിപ്പാലം ഫാദർ വർഗോട്ട്നി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1992 മെഡിക്കൽ കോളേജിന് സമീപത്ത് വെള്ളിപ്പറമ്പിൽ വാടക കെട്ടിടത്തിലായിരുന്നു ബിഷപ്പ് പത്രോണി ശാന്തി സംയോജിത ലഹരി ചികിത്സാ പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷമാണ് എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസിനടുത്തുള്ള ഫാദർ വെർഗോട്ടണി റോഡിലെ കോൾപിംഗ് സെന്ററാണ് ബിഷപ്പ് പത്രോണി ശാന്തി സംയോജിത ലഹരി ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി സൗകര്യമൊരുക്കിയത്. കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ പുതിയ കേന്ദ്രം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാവണം. എന്തായാലും ഒരു മനുഷ്യനും പൂർണ്ണതയുള്ളവരല്ല, എല്ലാവരിലും അപൂർണതകളുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപെർഫെക്ഷൻസ്. ആ ഇംപെർഫെക്ഷൻസ് നമുക്ക് ഒരു ബ്യൂട്ടിയായി എടുക്കാൻ പറ്റുമ്പോഴാണ് ഒരു ഭാര്യ ഭർത്തൃബന്ധം ഏറ്റവും സഫലമായി മുന്നോട്ട് പോകുന്നത്. കഷണ്ടിയുള്ള ഭർത്താക്കന്മാരുണ്ടാവും. ദാറ്റ്സ് ആൻ ഇംപെർഫെക്ഷൻ. അതൊരു അപൂർണതയല്ലേ? അത് ഇഷ്ടപ്പെടുന്ന എത്രയോ ഭാര്യമാരുണ്ട്. അതേപോലെ നമ്മുടെ മഞ്ജു വാര്യർക്ക് പണ്ടൊരു കട്ടപ്പല്ലുണ്ടായിരുന്നു. മഞ്ജു വാര്യരോട് നമുക്ക് ആ കട്ടപ്പല്ലിനോട് സ്നേഹം കൂടുതൽ ചെയ്യണം. അപ്പൊ ഇംപെർഫെക്ഷൻ ബിക്കംസ് ബ്യൂട്ടി ഇൻ യുവർ മൈൻഡ്. ഇല്ലായ്മകൾ നമ്മുടെ മനസ്സിൽ സൗന്ദര്യമായി തോന്നാം. അതുപോലെ എളുപ്പം ദേഷ്യപ്പെടുന്ന, ഇടയ്ക്കിടയ്ക്ക് എളുപ്പം നിരാശയിലേക്ക് വഴുതി പോകുന്ന, അതല്ലെങ്കിൽ വേണ്ടാത്ത ചില തോന്നലുകൾ മനസ്സിൽ പേറുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, ആണാവട്ടെ പെണ്ണാകട്ടെ, അത് ഒരു പരിധിയിൽ കഴിയാത്ത തരത്തിൽ സ്നേഹം കൊണ്ടും അതിനെ നിങ്ങൾ ഒരു എന്താ പറയാ ലാഘവത്തോടെയും കരുതലോടെയും കാണാൻ പഠിക്കുക. കോഴിക്കോട് രൂപതാ ബിഷപ്പ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാരക്കൽ അധ്യക്ഷത വഹിച്ചു. DAG AV ജോർജ് IPS മുഖ്യാതിഥിയായിരുന്നു. കാലിക്കറ്റ് നോർത്ത് സോൺ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സുരേഷ് PK മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, 64 വാർഡ് കൗൺസിലർ C രേഖ, 65 വാർഡ് കൗൺസിലർ ഡോക്ടർ അൽഫോൺസ, ഫാദർ ആൽഫ്രഡ് VC, ആറ്റക്കോയ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികൾക്ക് യാതൊരു ഗുണവും ചെയ്യുന്ന പരിപാടികൾ ആവിഷ്കരിക്കാത്തതിനാൽ ശക്തമായി എതിർക്കുന്നതായും സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ പറഞ്ഞു. കേന്ദ്ര ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമെന്നും വ്യാപാരികൾക്ക് യാതൊരു ഗുണവും ചെയ്യുന്ന പരിപാടികൾ ആവിഷ്കരിക്കാത്തതിൽ ശക്തമായി എതിർക്കുന്നതായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇൻകം ടാക്സ് ഇനത്തിലും മറ്റ് ഇനത്തിലും ഇളവുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. GSTയിൽ കുറ്റം ചെയ്യാത്ത വ്യാപാരികളെ ശിക്ഷിക്കുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഒന്നിനും തന്നെ പരിഹാരമുണ്ടായില്ലെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ കോഴിക്കോട്ട് പറഞ്ഞു. ബഡ്ജറ്റ് പ്രസംഗം തീർത്തും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാർഹമാണ്. ബഡ്ജറ്റിന് നിരാശാജനകമാണ്. ബഡ്ജറ്റ് സാധാരണഗതിയിൽ പണ്ടുകാലങ്ങളിൽ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് അവതരിപ്പിക്കാറ്. പക്ഷേ മോഡിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ 3 മാസം കൂടുമ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. ഇപ്രാവശ്യം ഫെബ്രുവരി 28-ന് വരുന്ന ബഡ്ജറ്റ് ഫെബ്രുവരി 1-ന് തന്നെ നടപ്പിലാക്കുന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന ഇന്ത്യയിലെ വലിയ 5-6 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ഒരു പ്രസ്താവന കൊടുക്കൽ മാത്രമായിട്ട് ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ കാണുന്നു. എല്ലാ സ്ഥലത്തും 65,000 കോടി, 1 ലക്ഷം കോടി, 5 ലക്ഷം കോടിയൊക്കെ റോഡ് വികസനത്തിന് കൊടുക്കുമെന്ന് പറയുന്നത് കൊടുക്കുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ്. ചെറുകിട മേഖലയിൽ ഉപകാരപ്രദമായ വായ്പകളോ മറ്റെന്തെങ്കിലും ഇളവുകളോ നൽകിയിട്ടില്ല. COVID-19 കാലയളവിലുണ്ടായ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ വ്യാപാരികൾക്ക് ഒരു മാർഗനിർദ്ദേശവും ഉണ്ടായില്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. വിവാഹാഘോഷങ്ങൾക്ക് പരിപൂർണത നൽകാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബ്രാൻഡുകളിൽ ഒന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ജ്വല്ലറി ഷോ. ഈ വരുന്ന ജനുവരി 2 മുതൽ 10 വരെ കാലിക്കറ്റ് ഷോറൂമിൽ.
ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വ്യത്യസ്ത സബ് ബ്രാൻഡുകളുടെ അപൂർവ ശേഖരം. മൈൻഡ് ഡയമണ്ട് ജ്വല്ലറി, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി, പ്രഷ്യസ് ജെം ജ്വല്ലറി, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി, എത്നിക്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന അത്യാകർഷണീയമായ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഡയമണ്ട് വിലയിൽ 20% വരെ ആനുകൂല്യം. ഈ ആഘോഷവേളയിൽ പങ്കാളിയാവാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാലിക്കറ്റ് ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബജറ്റിൽ കേരളത്തിന് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിനാൽ തെരഞ്ഞെടുപ്പിലൂടെ ബിജെപിയോട് ജനങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ബിജെപി ജില്ലാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വേണ്ട പരിഗണന കിട്ടുന്നില്ലെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി തോമസ് ഐസക് മാപ്പ് പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെങ്കിലും ഇതിന് തയ്യാറാവണമെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ബിജെപി ജില്ലാ സമിതി യോഗം കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം നമുക്ക് ആത്മവിശ്വാസത്തോടെ, വിജയവിശ്വാസത്തോടെ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും. അതിനനുകൂലമായ രാഷ്ട്രീയ വാതാവരണം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് സമകാലീന രാഷ്ട്രീയം നിഷ്പക്ഷമായി വിശകലനം ചെയ്യുന്ന, വിലയിരുത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത ബിജെപിയോടൊപ്പം, എൻഡിഎയോടൊപ്പം, നരേന്ദ്രമോദിയോടൊപ്പം അണിനിരക്കാൻ സാധിക്കുന്ന ഒരു ബഡ്ജറ്റ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ബഡ്ജറ്റ് മുൻകാലങ്ങളിൽ ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.കെ. സജീവൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.വി. രാജൻ, ദേശീയ സമിതി അംഗം കെ.പി. ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി പി. രഘുനാഥ്, സംസ്ഥാന വക്താവ് ബി. ഗോപാലകൃഷ്ണൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ, പി. ജിജേന്ദ്രൻ, ടി. ബാലസോമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോവിഡ് വീണ്ടും ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. NYPCയുടെ കോവിഡ് പോരാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് പ്രവർത്തകരെ ആദരിച്ചു. ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കോഴിക്കോട് ജില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഭരണാധികാരികൾക്കൊപ്പം ആരോഗ്യ മേഖലയിലുള്ളവരും സന്നദ്ധ പ്രവർത്തകരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരെയാണ് പ്രത്യേകമായി പ്രശംസിക്കേണ്ടത്? നമ്മൾ ആരോഗ്യമേഖലയിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ലാബുമായി ബന്ധപ്പെട്ട മറ്റു തൊഴിലാളികൾ തൊട്ട് ക്ലീനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ വരെ അവരുടെ സേവനത്തെക്കുറിച്ച് നമ്മളൊരു മാർക്കിട്ടാൽ തൊട്ടടുത്ത് നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിന് മാർക്കിടാൻ പോയാൽ, അങ്ങനെ ഓരോ മേഖലക്കും മാർക്കിടാൻ പോയാൽ ആരും ആരേക്കാൾ മുമ്പിലാകുന്നില്ല, എല്ലാവരും ഒരുപോലെയാവുകയാണ്. ന്യൂബർഗ് ഹെൽത്ത് കെയറിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിത്വങ്ങൾ ആദരമേറ്റുവാങ്ങി. പോലീസിന് വേണ്ടി ജില്ലാ ഫയർഫോഴ്സിനുള്ള പുരസ്കാരം. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ പി. അനിൽ, ന്യൂബർഗ് COO ഐശ്വര്യ വാസുദേവ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VR രാജേന്ദ്രൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, സെക്രട്ടറി PS രാകേഷ്, IMA കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ രാകേഷ്, പോലീസ്, ഫയർഫോഴ്സ്, KSRTC പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി സൗജന്യ CT സ്കാൻ സൗകര്യമൊരുക്കി കോഴിക്കോട് ആശ്രം മിംസ് ഹോസ്പിറ്റൽ. ആശ്രം വളണ്ടിയേഴ്സിന്റെയും ആശ്രം മിംസ് ട്രസ്റ്റിന്റെയും സഹകരണത്തോടെയാണ് സൗജന്യ CT സ്കാൻ ലഭ്യമാക്കുന്ന ആശ്രം ഫ്രീ ഇൻ പദ്ധതി നടപ്പിലാക്കുന്നത്.
CT സ്കാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് മിംസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് മിംസിൻ്റെ 3 സ്ഥാപനങ്ങളിലുണ്ട്. അതായത് കണ്ണൂർ, കോഴിക്കോട്, കോട്ടക്കൽ 3 ഇത് അവൈലബിൾ ആണ്. ഒരു MRI, ഒരു CT എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇത്തരം ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക. ഇത് രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഇതിന് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഡേ ടൈമിൽ നമ്മുടെ അവിടുത്തെ തിരക്കുള്ളതുകൊണ്ട് അവർക്ക് സ്ലോട്ട് കിട്ടാത്തതുകൊണ്ട് രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും ഇത്തരം ഫ്രീ സ്കീമിന് വേണ്ടിയുള്ള സ്ലോട്ടുകൾ കൊടുക്കുക. CT സ്കാൻ നിർദ്ദേശിച്ച ഡോക്ടറുടെ കുറിപ്പ്, സ്കാനിങ്ങിന് ആവശ്യമായ വ്യക്തിയുടെ ആധാർ സർട്ടിഫിക്കറ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ആവശ്യമായി വരുന്ന രേഖകൾ. കോഴിക്കോട് ആശ്രമിംസിന് പുറമെ കണ്ണൂർ ആസ്റ്റർ, കോട്ടക്കൽ ആശ്രമിംസ് എന്നിവിടങ്ങളിലും ഈ സൗജന്യ സേവനം ലഭ്യമാണ്. 2021 ഡിസംബർ 11 വരെയാണ് ഈ സേവനം ലഭ്യമാവുക. ഈ സ്കാനിങ് എന്ന് പറഞ്ഞാൽ 3 ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളാണ്. ഒന്ന്, അത് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ചെയ്യുന്ന രീതി, പിന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ചെയ്യുന്ന റേഡിയോളജിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ്. അപ്പോൾ ഇത് 3 കൂടി, അതായത് ലോ എൻഡ് മെഷീൻസ് ഉണ്ട്, മിഡ് റേഞ്ച് മെഷീൻസ് ഉണ്ട്, ഹൈ എൻഡ് മെഷീൻസ് ഉണ്ട്. നമ്മൾ മിംസിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മെഷീൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ആക്യുറസിയും അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷനും കൂടും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമിം CEO ഫർഹാൻ യാസിൻ, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ KG രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂതിരി ഹൈസ്കൂളിലെ 1986 ബാച്ചിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി. സ്മൃതി സമാഗമം നടൻ കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി ഹൈസ്കൂൾ 1980-86 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സമാഗമം സ്മൃതി ചാലപ്പുറം ബുള്ളിൻ ആർക്കേഡ് ഹാളിൽ നടന്നു. സമാഗമം നാടക സിനിമാ താരം കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആ സ്കൂൾ കലാലയത്തിൻ്റെ നമ്മൾ പോകുമ്പോഴുള്ള ആ സന്തുഷ്ടി, ബന്ധപ്പെടൽ, അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള യോഗം ചേരൽ, ഇതെല്ലാം ആ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് കിട്ടാൻ യാതൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാ കൊല്ലവും നടത്തണം. ആ വയസ്സ് ചുരുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനയോടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ SSLC വരെ ഞാനും പഠിച്ചത് അവിടെ തന്നെയാണ്, സാമൂതിരി കോളേജിലാണ്. കൊല്ലം കേൾക്കണോ നിങ്ങൾക്ക്? 55-56 കൊല്ലം. അപ്പം എൻ്റെ വയസ്സ് നിങ്ങൾ എണ്ണയാണെങ്കിൽ 81ആയി. അപ്പം അതുകൊണ്ട് എന്നേക്കാളും മുമ്പുള്ള കുട്ടികളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ചടങ്ങിൽ 1980-86 കാലയളവിൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അധ്യാപകരെ ആദരിച്ചു. സുധീർ PP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഹരീഷ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സപ്തതി ആഘോഷിക്കുന്ന സീനിയർ അഭിഭാഷകൻ എടത്തൊടി രാധാകൃഷ്ണന് പൗരാവലിയുടെ ഹൃദ്യമായ സ്വീകരണം. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ എടത്തൊടി രാധാകൃഷ്ണന് ബേപ്പൂരിന്റെ സ്നേഹാദരം. സപ്തതിയുടെ ഭാഗമായി പൗരാവലി സംഘടിപ്പിച്ച പരിപാടി മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ പൊതുപ്രവർത്തകന് തെറ്റുപറ്റിയാലും ഇല്ലെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെടുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംശയത്തിന്റെ പേരിൽ ചെറിയൊരു കരിനിഴൽ വീണാൽ എതിരാളികൾ നടത്തുന്ന പ്രചരണത്തിന്റെ ഫലമായി വിലപ്പെട്ട വ്യക്തിജീവിതമാണ് നഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അംഗീകാരം ജീവിതത്തിന്റെ നാനാ തുറകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം, ഇതെല്ലാം ഞാൻ ഓർക്കുകയാണ്. പച്ചപിടിച്ചു നിൽക്കുന്ന സത്യങ്ങളാണ്. ഒരു പച്ചയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ഉൾപ്പെടെ വ്യക്തിജീവിതം ഉൾപ്പെടെ
ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ അഭിഭാഷക ജീവിതം ഉൾപ്പെടെ രാഷ്ട്രീയ ജീവിതം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു വിജയിയാണ്. വിജയത്തിൻ്റെതായ ചരിത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് പരിചയപ്പെടുത്തി. കൗൺസിലർ എം ഗിരിജ മംഗളപത്രം വായിച്ചു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എൻ ജയകുമാർ, കൊയിലാണ്ടി നഗരസഭാ ഉപാധ്യക്ഷൻ കെ സത്യൻ, മുക്കം നഗരസഭാ ഉപാധ്യക്ഷ കെ പി ചാന്ദിനി, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുദി, ജില്ലാ പഞ്ചായത്ത് അംഗം പി ഗവാസ്, കൗൺസിലർ തോട്ടുങ്ങൽ രജനി, എം പി പത്മനാഭൻ, ഡെനിസൺ തോമസ്, കെ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പ്രദീപ് ഹുഡിനോ, സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. എടത്തൊടി രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞു. തുടർന്ന് സുലൈമാനി ബാൻഡ് അവതരിപ്പിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. യോഗം സവാക് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരണം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റായി ടി പി സുബൈറിനെയും ജനറൽ സെക്രട്ടറിയായി വിനയകുമാറിനെയും തെരഞ്ഞെടുത്തു. സവാക് സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പി ടി സുബൈർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിദ്ധ പിന്നണി ഗായകൻ പി കെ സുനിൽകുമാറിനെ രക്ഷാധികാരിയായി തെരഞ്ഞെടുത്തു. ഒരു കുടപ്പുകള് സംഘടനയായിട്ട് കൊണ്ടുവന്ന കലാകാരന്മാർക്ക് എന്തെങ്കിലും നേടിയെടുക്കുന്നുള്ള ഒരു പരിജ്ഞാനം കലാകാരന്മാർക്കില്ലായിരുന്നു. പൊതുവെ നമ്മള് പാട്ടുപാടി പോവുക ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ രീതി. ഇത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കോവിഡൊക്കെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു സംഘടനയുടെ ആവശ്യം. അങ്ങനെ KF ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞിട്ട് കേരള ലെവലിൽ തന്നെ വട്ടന്നൂർ ശങ്കരൻകുട്ടി, അങ്ങനെ നമ്മളെ കുറേ ആളുകൾ, വലിയ പ്രമുഖരായ ആളുകൾ കൂടിയിട്ട് ഇപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. ഇത്രയും കാലഘട്ടത്തിന് ശേഷം ഇങ്ങനെ സംഘടന വേണം. സവാക് മലപ്പുറം വൈസ് പ്രസിഡന്റ് പി ടി ബദറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് ഭാരവാഹികളായി വിനിത് ടി, ആസിഫ് കാലിക്കറ്റ്, ലുബിയ പി, രമേശ് കെ, വിജയലക്ഷ്മി കെ എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗത്തിനു ശേഷം മെമ്പർമാരുടെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാലയരങ്ങ് മേഖലാ കലോത്സവത്തിന്റെ സമ്മാനദാനം കോഴിക്കോട് നടന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ 100ഓളം കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കുട്ടികളുടെ വിഭാഗമായ ബാലയരങ്ങ് സംസ്ഥാന ഓൺലൈൻ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന കോഴിക്കോട് മേഖലാ കലോത്സവത്തിന്റെ സമ്മാനദാനം നടന്നു. മലാപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമ്മാനദാനം നിർവഹിച്ചു. ഉള്ളിന്റെ ഉള്ളിലെ കഴിവിനെ എത്ര തന്നെ നമുക്ക് വെക്കണം എന്ന് നമ്മൾ ശ്രമിച്ചാലും സമൂഹത്തെ പേടിച്ചിട്ടോ മറ്റു കാരണങ്ങളാലോ വിലക്കുകളാലോ ഒക്കെ ഇതൊക്കെ ഞാൻ ഒതുക്കി വെക്കണം, ഞാൻ പെൺകുട്ടിയാണ് എന്ന് വിചാരിക്കപ്പെടും. നമ്മൾ അറിയാത്ത പുറന്നോട് കൂട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വരും. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം ഗിൽസൺ സാമുവൽ, ടി കെ വേണു, സർഗ വനിതാ കമ്മിറ്റി അംഗം ജയകാന്തി, മേഖലാ സെക്രട്ടറി മുരളീധരൻ പറയിഞ്ചേരി, പ്രമീള സോപാനം, നന്മ മലാപ്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി സുഗതൻ മലാപ്പറമ്പ്, MC സന്തോഷ്, KC ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 100ഓളം കലാപ്രതിഭകൾക്കാണ് പുരസ്കാരം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് ലീഗിനെതിരെ സുനാമി ഫണ്ട് തട്ടിപ്പിന് സമാനമായ ആരോപണവുമായി യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം. ദുരന്തത്തിന്റെ ചരിത്രം ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് ഇൻഡോ അറബ് ബന്ധമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. കോവിഡ് വീണ്ടും ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കോവിഡ് പോരാളികൾക്ക് NYPCയുടെ ആദരം. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റിലില്ലെന്നും ടീന ശ്രുതി.
ബിഷപ്പ് പത്രോണി സംയോജിത ലഹരി ചികിത്സാ പുനരധിവാസ കേന്ദ്രം എരഞ്ഞിപ്പാലത്ത് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.